ഈ നാട്ടിൽ ജീവിക്കണമെങ്കിൽ ആരൊക്കെ പേടിക്കേണ്ടി വരും? പൊതുസ്ഥലത്ത് മദ്യവും ലഹരിയും ഉപയോഗിച്ച് അടിഞ്ഞാടുന്നവരും ക്രിമിനൽ സംഘങ്ങളും സാധാരണക്കാരൻ്റെ ജീവന് തന്നെ ഭീഷണിയാണ്. തിരുവനന്തപുരത്ത് ഹോട്ടൽ ഉടമയെ തൊഴിലാളികൾ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസ്. കൊല്ലം അഞ്ചലിൽ യുവതിക്ക് നേരെ ലഹരി കേസ് പ്രതി നടത്തിയ അതിക്രമം. നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്ന കവർച്ചാ സംഘങ്ങൾ. നിയമവും നിയമ സംവിധാനങ്ങളും ശക്തമാണെന്ന് പറയുന്ന നാട്ടിലാണ് ഇതുപോലുള്ള അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്നത്. വഴുതക്കാട്ടെ ഹോട്ടൽ ഉടമ ജസ്റ്റിൻ രാജിനെ കൊലപ്പെടുത്താനുള്ള കാരണം എന്താണ്? ഇതോടൊപ്പം കാസർഗോഡ് പുഴയിൽ യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസും പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കാസർഗോഡ് കസബ സ്വദേശി ആദിത്യൻ എന്ന യുവാവ് സുഹൃത്തുക്കളെ കാണാനെന്ന് പറഞ്ഞ് കഴിഞ്ഞ രാത്രി വീട്ടിൽ നിന്നും പുറത്തുപോയതാണ്. രാത്രി വൈകിയും കാണാതായതോടെ കുടുംബം പോലീസിൽ പരാതി നൽകി. രാവിലെ പോലീസും ഫയർഫോഴ്സും തെരച്ചിൽ നടത്തിയെങ്കിലും ആളെ കണ്ടെത്താനായില്ല. അതിനിടെ ഹാർബർ ഗേറ്റിനടുത്തെ പുഴയിൽ മീൻ പിടിക്കാൻ വലയെറിഞ്ഞ മത്സ്യത്തൊഴിലാളികൾ ഒരു മൃതദേഹം കണ്ടെത്തുന്നു. വിവരമറിഞ്ഞ് പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ കസബ കടപ്പുറത്തു നിന്ന് കാണാതായ ആദിത്യൻ്റെ മൃതദേഹം. ശരീരത്തിൽ മുറിവേറ്റ പാടുകളും സ്വർണ്ണാഭരണങ്ങൾ കാണാതായതും മരണത്തിൽ ദുരൂഹത ഉണർത്തുന്നു. എന്തായിരിക്കും ആദിത്യന് സംഭവിച്ചത്? ആരെങ്കിലും കൊലപ്പെടുത്തിയതാണോ? പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. ബുധനാഴ്ച രാവിലെയാണ് കാസർഗോഡ് ഹാർബർ ഗേറ്റിനടുത്തെ പുഴയിൽ മീൻ പിടിക്കാനായി വലയെറിഞ്ഞപ്പോൾ മൃതദേഹം കുരുങ്ങിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അഴിമുഖത്ത് കാണാതായ കസബ കടപ്പുറത്തെ രമേശിന്റെ മകൻ ആദിത്യന്റെ മൃതദേഹമാണ് ഇതെന്ന് മനസ്സിലായത്. ചൊവ്വാഴ്ച ഉച്ചയോടെ ഹാർബറിനടുത്തേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് ആദിത്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്ന് ബന്ധുക്കൾ മൊഴി നൽകി. പിന്നീട് ഒരു വിവരവും ലഭിച്ചില്ല. ആദിത്യനെ അഴിമുഖത്ത് വെച്ച് കാണാതായെന്ന സംശയത്തെ തുടർന്ന് തീരദേശ പോലീസും അഗ്നിരക്ഷാസേനയും ചൊവ്വാഴ്ച തിരച്ചിൽ നടത്തിയിരുന്നുവെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇതിനിടയിലാണ് രാവിലെ മീൻവലയിൽ മൃതദേഹം കുടുങ്ങിയത്. ആദിത്യന്റെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാലയും കയ്യിൽ ധരിച്ചിരുന്ന സ്വർണ്ണവളയും നഷ്ടമായിട്ടുണ്ട്. ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകളുമുണ്ട്. ഇതാണ് മരണത്തിൽ ദുരൂഹത ഉണർത്തുന്നത്. ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. യുവാവിന്റെ മൊബൈൽ ഫോണും ബൈക്കും ഹാർബറിനടുത്ത് നിന്ന് കണ്ടെത്തി. കാസർഗോഡ് ടൗൺ പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. ഒരു വ്യവസായിക്ക് ഈ നാട്ടിൽ ബിസിനസ് നടത്തണമെങ്കിൽ തൊഴിലാളിയെപ്പോലും പേടിക്കേണ്ട അവസ്ഥ. തൊഴിലിടത്തെ നിയമങ്ങൾ പാലിക്കാൻ പലരും തയ്യാറല്ല. കൃത്യസമയത്ത് പണിക്കെത്തുന്നവരും കുറവാണ്. ഇത് ചോദ്യം ചെയ്താലോ തൊഴിലുടമയെ വകവരുത്താനും മടിയില്ല. തിരുവനന്തപുരം വഴുതക്കാട്ടെ ഹോട്ടൽ ഉടമ ജസ്റ്റിൻ രാജിനെ കൊലപ്പെടുത്തിയതിൻ്റെ കാരണം കേട്ടാൽ ഈ നാട്ടിലൊരു ബിസിനസ് നടത്താൻ തന്നെ ഭയം തോന്നും. കൃത്യസമയത്ത് എത്താത്തതിനെ തുടർന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് പറഞ്ഞതിൻ്റെ പ്രകോപനത്തിലാണ് വഴുതക്കാട്ടെ കേരള കഫേ ഹോട്ടൽ ഉടമ ജസ്റ്റിൻ രാജിനെ കൊലപ്പെടുത്തിയത്. കേസിലെ പ്രതികളായ അടിമലത്തുറ സ്വദേശി രാജേഷ്, നേപ്പാൾ സ്വദേശി ഡേവിഡ് എന്നിവരെ പിടികൂടുമ്പോൾ ഇരുവരും മദ്യലഹരിയിലായിരുന്നു. ഇന്നലെ രാവിലെ 10 മണിയോടെയായിരുന്നു കൊലപാതകം. ഹോട്ടൽ തൊഴിലാളികൾക്കായി ജസ്റ്റിൻ രാജ് വാടകയ്ക്കെടുത്ത ഈശ്വരവിലാസം റോഡിലെ വീട്ടിൽ വെച്ചായിരുന്നു പ്രതികൾ ജസ്റ്റിൻ രാജിനെ ആക്രമിച്ചത്. രാവിലെ ജോലിക്കെത്താത്തതിനാലാണ് ഇവരെ അന്വേഷിച്ച് ജസ്റ്റിൻ രാജ് പ്രതികൾ താമസിക്കുന്ന സ്ഥലത്തെത്തിയത്. ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് പറഞ്ഞതോടെ രാജേഷ് മർദ്ദിച്ചു. നിലത്തു വീണ ജസ്റ്റിനെ രണ്ടുപേരും ചേർന്ന് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. സുഹൃത്ത് സ്റ്റാൻലിയുടെ ബൈക്കിലാണ് ഇന്നലെ രാവിലെ 9:30 ജസ്റ്റിൻ രാജ് തൊഴിലാളികളുടെ അടുത്തേക്ക് പോയത്. ഉച്ചവരെ കാണാതായതിനെ തുടർന്ന് സ്റ്റാൻലി മ്യൂസിയം പോലീസിൽ പരാതി നൽകി. അദ്ദേഹം എന്റെ വണ്ടി എടുത്തുകൊണ്ട് ഞാൻ എന്റെ ജോലിക്കാരവിടെ റൂമിലുണ്ട്, ഞാൻ അവരെ ഒന്ന് നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് എന്റെ വണ്ടി എടുത്തുകൊണ്ട് പോയി. സ്ഥാപനത്തിൽ പോയിട്ട്
അവിടെ നിന്നും ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അങ്ങനെ ഏകദേശം ഒരു 1:30 മണി വരെ ഞാൻ നോക്കിയിട്ട് എനിക്കെന്തോ മനസ്സിന് ഭയങ്കര ടെൻഷൻ. അങ്ങനെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. ഫോൺ കോൾ വിശദാംശങ്ങൾ പരിശോധിച്ചാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത്. രാജേഷിന്റെ അടിമലത്തുറയിലെ വീട്ടിൽ പോലീസ് എത്തുമ്പോൾ ഡേവിഡും രാജേഷിനൊപ്പം ഉണ്ടായിരുന്നു. മദ്യലഹരിയിലായിരുന്ന പ്രതികൾ പോലീസിനെ ആക്രമിച്ചു. CPM ജില്ലാ സെക്രട്ടറി M സത്യനേശന്റെ മരുമകനാണ് ജസ്റ്റിൻ രാജ്. ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് നിന്ന് 1.5 വർഷം മുൻപ് കാണാതായ വയനാട് സ്വദേശി ഹേമചന്ദ്രന്റെ കൊലപാതകത്തിൽ മുഖ്യപ്രതി നൌഷാദിന്റെ വാദങ്ങളെല്ലാം പൊളിയുമോ? ഹേമചന്ദ്രൻ ആത്മഹത്യ ചെയ്തതാണെന്നും അതേ തുടർന്ന് മൃതദേഹം വനമേഖലയിൽ കൊണ്ടുപോയി കുഴിച്ചുമൂടിയെന്നും പറഞ്ഞ പ്രതി പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ സത്യം വെളിപ്പെടുത്തുമോ? UAEയിൽ നിന്ന് ബംഗളൂരുവിലെത്തിയ നൌഷാദിനെ കോഴിക്കോട് എത്തിച്ച അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തി. പോലീസിന്റെ കണ്ണുവെട്ടിക്കാനായി ബംഗളൂരുവിലെത്തിയ പ്രതിയെ വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ വിഭാഗമാണ് പിടികൂടി അന്വേഷണ സംഘത്തിന് കൈമാറിയത്. സാമ്പത്തിക തർക്കത്തെ തുടർന്ന് ഹേമചന്ദ്രനെ കോഴിക്കോട് നിന്ന് കടത്തിക്കൊണ്ടുപോയി വയനാട് എത്തിച്ച് കൊലപ്പെടുത്തിയെന്ന കേസിലാണ് നിർണായക അറസ്റ്റ്. UAEയിൽ ആയിരുന്ന പ്രതി നൌഷാദ് നെടുമ്പാശ്ശേരിയിൽ ആയിരുന്നു വിമാനം ഇറങ്ങേണ്ടിയിരുന്നത്. എന്നാൽ അന്വേഷണ സംഘത്തിന്റെ കണ്ണുവെട്ടിക്കാനായാണ് ബാംഗ്ലൂരുവിൽ ഇറങ്ങിയത്. പക്ഷേ ഇമിഗ്രേഷൻ വിഭാഗം നൌഷാദിനെ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചു. അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച നൌഷാദിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇതോടെ ഹേമചന്ദ്രൻ വധക്കേസിൽ നിർണായകമായ ചുവടുവയ്പ്പാണ് പോലീസ് നടത്തിയിരിക്കുന്നത്. ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയിട്ടില്ലെന്ന മുൻ നിലപാടിൽ തന്നെ നൌഷാദ് ഉറച്ചു നിൽക്കുകയാണ്. ബത്തേരിയിലെ വീട്ടിൽ വെച്ച് ഹേമചന്ദ്രൻ ആത്മഹത്യ ചെയ്തു എന്നാണ് നൌഷാദ് പോലീസിനോട് പറഞ്ഞത്. മൃതദേഹം കുഴിച്ചിടുക മാത്രമാണ് താൻ ചെയ്തത് എന്നും നൌഷാദ് വാദിക്കുന്നു. അതേസമയം ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയതാണ് എന്നും നൌഷാദാണ് നേതൃത്വം നൽകിയത് എന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ. തെറ്റുപറ്റിപ്പോയെന്ന് അന്വേഷണ സംഘത്തിന് നൌഷാദ് വാട്സാപ്പ് സന്ദേശം അയച്ചിരുന്നുവെന്ന് പോലീസ് നേരത്തെ അറിയിച്ചിരുന്നു. സൗദി അറേബ്യയിലായിരുന്ന നൌഷാദിന്റെ വിസിറ്റിംഗ് വിസയുടെ കാലാവധി ഈ മാസം 8-ന് അവസാനിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് നൌഷാദ് കേരളത്തിലേക്ക് മടങ്ങിയെത്തിയത്. ജൂൺ 28-നാണ് 1.5 വർഷം മുമ്പ് കോഴിക്കോട് നിന്നും കാണാതായ വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റെ മൃതദേഹം കണ്ടെത്തിയത്. വയനാട് ചേരമ്പാടിയിലെ വനത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. നൌഷാദ് ഹേമചന്ദ്രനെ ട്രാപ്പ് ചെയ്താണ് വയനാട്ടിലേക്ക് കൊണ്ടുപോയത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ DCP അരുൺ K. പവിത്രൻ നേരത്തെ പറഞ്ഞിരുന്നു. ഹേമചന്ദ്രൻ നൌഷാദിന് പണം കൊടുക്കാനുണ്ടായിരുന്നുവെന്നും അത് വാങ്ങിയെടുക്കാനുള്ള വഴിയായിരുന്നു ട്രാപ്പെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. ഭീകരവാദ കേസിൽ ശിക്ഷിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന തടിയൻവിട നസീറിന് ജയിലിൽ സുഖവാസമൊരുക്കുന്നത് ആരാണ്? പരപ്പന അഗ്രഹാര ജയിലിൽ നസീറിനും കൂട്ടാളികൾക്കും മൊബൈൽ ഫോൺ മുതൽ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. വഴിവിട്ട സഹായം നൽകിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ജയിലിലെ സൈക്യാട്രിസ്റ്റ് അടക്കം 3 പേരെ അറസ്റ്റ് ചെയ്തു. ജയിൽ ഡോക്ടർ നാഗരാജ്, ASI ചാൻ പാഷ, ഒളിവിലായിരുന്ന പ്രതിയുടെ അമ്മ അനീസ് ഫാത്തിമ എന്നിവരെ NIA ആണ് പിടികൂടിയത്. ഇവരുടെ വീടുകളിൽ നിന്ന് ഡിജിറ്റൽ ഉപകരണങ്ങളും പണവും സ്വർണവും നിരവധി രേഖകളും പിടിച്ചെടുത്തു. നസീറിന്റെ നേതൃത്വത്തിൽ ജയിലിനുള്ളിൽ തടവുകാർക്കിടയിൽ മതതീവ്രവാദം വളർത്താൻ ശ്രമിക്കുന്നുണ്ടോ എന്നും NIA പരിശോധിക്കുന്നുണ്ട്. തടിയൻവിട നസീർ ഉൾപ്പെടെയുള്ള തടവുകാർക്ക് വഴിവിട്ട സഹായം നൽകിയ സംഭവത്തിലാണ് 3 പേരെ ദേശീയ അന്വേഷണ ഏജൻസി ഇന്നലെ അറസ്റ്റ് ചെയ്തത്. കർണാടകയിലെ 2 ജില്ലകളിലായി നടത്തിയ തെരച്ചിലിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. തടിയൻവിട നസീറിന്റെ നേതൃത്വത്തിൽ ജയിലിനുള്ളിൽ
തടവുകാർക്കിടയിൽ മതതീവ്രവാദം വളർത്താൻ ശ്രമം നടക്കുന്നുവെന്നാണ് NIA കണ്ടെത്തൽ. ജയിലിലെ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ നാഗരാജ്, ASI ചാൻ പാഷ, തീവ്രവാദ കേസിൽ ഒളിവിൽ പോയ ജുനൈദ് അഹമ്മദിന്റെ മാതാവ് അനീസ് ഫാത്തിമ എന്നിവരാണ് അറസ്റ്റിലായത്. അറസ്റ്റിലായ പ്രതികളുടെ വീടുകളിൽ നടത്തിയ പരിശോധനയിൽ വിവിധ ഡിജിറ്റൽ ഉപകരണങ്ങൾ, പണം, സ്വർണം, രേഖകൾ എന്നിവയും പിടിച്ചെടുത്തു. തടിയന്റെ നസീർ ഉൾപ്പെടെയുള്ള ജയിൽ തടവുകാർക്ക് ഉപയോഗിക്കുന്നതിനായി നാഗരാജ് മൊബൈൽ ഫോണുകൾ ഒളിച്ചു കടത്തിയിരുന്നതായും അന്വേഷണത്തിൽ തെളിഞ്ഞു. നസീറിനെ വിവിധ കോടതികളിലേക്ക് എത്തിക്കുന്നതിന്റെ വിവരങ്ങൾ കൈമാറിയതിനാണ് ASI അറസ്റ്റിലായത്. സിറ്റി ആംഡ് റിസർവിലെ ASI ആണ് ചാൻ പാഷ. തടിയന്റെ നസീറിന് വിവരങ്ങൾ കൈമാറുകയും ജയിലിൽ പണം എത്തിച്ചു നൽകുകയും ചെയ്തു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അനീസ് ഫാത്തിമയെ അറസ്റ്റ് ചെയ്തത്. 2023 പരപ്പന സെൻട്രൽ ജയിൽ കേന്ദ്രീകരിച്ച ലഷ്കർ ഇ തോയ്ബയുടെ സ്ലീപ്പർ സെൽ നഗരത്തിൽ വിവിധയിടങ്ങളിൽ സ്ഫോടനം നടത്തുമെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. തടിയന്റെ നസീറിന്റെ നേതൃത്വത്തിലായിരുന്നു ഇതെന്നും വ്യക്തമായിരുന്നു. കേസിൽ മറ്റു പ്രതികൾക്കായി അന്വേഷണം നടക്കുകയാണെന്നാണ് NIA വൃത്തങ്ങൾ നൽകുന്ന വിവരം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൊല്ലം അഞ്ചലിന് സമീപം ഇടയമറക്കൽ എന്ന കൊച്ചു ഗ്രാമം. വളരെ സമാധാനത്തോടെ ജീവിച്ചിരുന്ന നാട്ടുകാർ കുറച്ച് നാളുകളായി ഭീതിയോടെയാണ് കഴിയുന്നത്. ഈ പ്രദേശത്ത് തന്നെ താമസിക്കുന്ന നിക്കർ ബിനു എന്ന കൊടും കുറ്റവാളിയെ ഭയന്ന് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സുരക്ഷിതമായി പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥ. ലഹരിക്കടിമയായ ബിനു സ്ത്രീകളെ ആക്രമിക്കുന്നത് പതിവ്. കഴിഞ്ഞ ദിവസം ഒരു യുവതിയെ ആക്രമിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിയെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാലും അയാളുടെ ശല്യമുണ്ടാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. കഴിഞ്ഞ ദിവസമാണ് മദ്യപിച്ചെത്തിയ ബിനു യുവതിയെ കടന്നു പിടിക്കുകയും വസ്ത്രം വലിച്ചു കീറി ആക്രമിക്കുകയും ചെയ്തത്. യുവതി ബഹളം വെച്ച് സമീപത്തുള്ള വീട്ടിൽ കയറിയതോടെ അയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ബിനുവിന് വേണ്ടി അന്വേഷണം തുടങ്ങി. സംഭവത്തിന് ശേഷം കടന്നുകളഞ്ഞ പ്രതിയെ അഞ്ചൽ പോലീസ് പിടികൂടുകയായിരുന്നു. ലഹരിക്ക് അടിമയായ ബിനു പ്രദേശത്ത് സ്ഥിരം പ്രശ്നക്കാരനാണ്. സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിക്കുകയും പ്രദേശത്ത് ബഹളമുണ്ടാക്കുകയും ചെയ്യുന്നത് പതിവാണ്. ഇങ്ങനെ ഇയാൾക്കെതിരെ അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ നിരവധി കേസുകളുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ബിനുവിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പുനലൂർ. അമ്മയുടെ മൂന്നാം ഭർത്താവിൻ്റെ ലൈംഗിക വൈകൃതത്തിൽ ജീവിതം പിച്ചി ചീന്തപ്പെട്ട 10 വയസ്സുകാരി. 4 വർഷത്തിനിപ്പുറവും തിരുവനന്തപുരത്തെ 4ാം ക്ലാസ്സുകാരിക്ക് ആ ദുരനുഭവങ്ങൾ ഭയപ്പെടുത്തുന്ന ഓർമ്മയാണ്. മൊബൈൽ ഫോൺ വഴി അശ്ലീല വീഡിയോകൾ കാണിച്ച് മാസങ്ങളോളം അയാൾ അവളെ ലൈംഗികമായി ചൂഷണം ചെയ്തു. ഒടുവിൽ അമ്മൂമ്മയോട് കാര്യങ്ങൾ പറഞ്ഞതോടെ പ്രതി അറസ്റ്റിലാകുന്നു. 2020 മാർച്ചിൽ നടന്ന കേസിൽ പ്രതിക്ക് കോടതി ശിക്ഷ വിധിച്ചത് 5 വർഷത്തോളം നീണ്ട നിയമ പോരാട്ടത്തിന് ശേഷമാണ്. പ്രതി അനിൽകുമാറിന് 15 വർഷം കഠിന തടവും 45,000 രൂപ പിഴയുമാണ് ശിക്ഷ. തിരുവനന്തപുരം പ്രത്യേക അതിവേഗ കോടതിയാണ് പ്രതിക്ക് ശിക്ഷ വിധിച്ചത്. പത്ത് വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് മൂന്നാനച്ഛനായ അനിൽകുമാറിന് 15 കൊല്ലം കഠിന തടവും 45,000 രൂപ പിഴയും കോടതി വിധിച്ചത്. തിരുവനന്തപുരം പ്രത്യേക അതിവേഗ കോടതി ജഡ്ജി അഞ്ജു മീര ബിർളയാണ് ശിക്ഷ വിധിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ 1.5 കൊല്ലം കൂടുതൽ തടവ് അനുഭവിക്കണം. പിഴത്തുക അതിജീവിതയ്ക്ക് നൽകാനും വിധിയിൽ പറയുന്നു. മാർച്ച് 15-നും ഇതിനു മുമ്പുള്ള പല ദിവസങ്ങളിലുമായിട്ടാണ് പ്രതി അതിജീവിതയെ പീഡിപ്പിച്ചത്. ഇതുകൂടാതെ മൊബൈലിലൂടെ അശ്ലീല വീഡിയോകൾ കാണിച്ചു കൊടുത്തിട്ടുമുണ്ട്. കുട്ടിയെ ഭീഷണിപ്പെടുത്തിയതിനാൽ പുറത്താരോടും സംഭവം പറഞ്ഞില്ല. ഏറ്റവും ഒടുവിൽ പീഡിപ്പിക്കപ്പെട്ട ദിവസം കുട്ടി അമ്മുമ്മയോട് സംഭവം പറയുകയായിരുന്നു. തുടർന്ന് വീട്ടുകാർ നഗരൂർ പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചു.
പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ RS വിജയമോഹൻ ഹാജരായി. പ്രോസിക്യൂഷൻ 16 സാക്ഷികളെ വിസ്തരിക്കുകയും 26 രേഖകൾ ഹാജരാക്കുകയും ചെയ്തു. നെടുമങ്ങാട് DYSP ആയിരുന്ന സനീഷ് ബാബു, സബ് ഇൻസ്പെക്ടർ ഷിജു SS എന്നിവരാണ് കേസ് അന്വേഷിച്ചത്. അതിജീവിതയ്ക്ക് ജില്ലാ ലീഗൽ എയ്ഡ് അതോറിറ്റി നഷ്ടപരിഹാരം നൽകണമെന്നും വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ഡാർക്ക് നെറ്റ് ലഹരി വ്യാപാര ശൃംഖലയായ കെറ്റാമെലോണിന്റെ കോഡുകൾ കണ്ടെത്തണം. മയക്കുമരുന്ന് മാഫിയയിലെ മറ്റ് കണ്ണുകളിലേക്ക് അന്വേഷണം എത്തണം. മൂവാറ്റുപുഴ സ്വദേശി എഡിസണും കൂട്ടാളികളും പ്രതികളായ കേസിൽ NCB വിശദമായ അന്വേഷണത്തിനൊരുങ്ങുകയാണ്. നിലവിൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ കസ്റ്റഡിയിലുള്ള എഡിസണെയും അരുൺ തോമസിനെയും ഡിയോളിനെയും ഒന്നിച്ചും തനിച്ചുമിരുത്തി ചോദ്യം ചെയ്യുന്നുണ്ട്. പിടിച്ചെടുത്ത ഡിജിറ്റൽ ഉപകരണങ്ങൾ പ്രതികളുടെ സാന്നിധ്യത്തിൽ പരിശോധിക്കാനും നീക്കം തുടങ്ങി. അതിനിടെ ഡാർക്ക് നെറ്റ് ലഹരി ഇടപാട് EDയും പരിശോധിക്കുന്നുണ്ട്. NCBയിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസിന്റെ വിവരങ്ങൾ തേടി. ലഹരി ഇടപാടുകളുടെ മറവിൽ കള്ളപ്പണം വെളുപ്പിച്ചതായാണ് സംശയം. കോടികളുടെ ലഹരി വിൽപ്പനയാണ് സംഘം കഴിഞ്ഞ കുറച്ചു നാളുകൾക്കുള്ളിൽ നടത്തിയത്. ക്രിപ്റ്റോ കറൻസി വഴി ഇടപാടുകൾ നടന്നതിനാൽ തുക എത്രയെന്നതു സംബന്ധിച്ച വ്യക്തമായ വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. ഇത് ആരുടെ പക്കലാണെന്നും എവിടെ നിക്ഷേപിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. രാജ്യത്തിന് വെല്ലുവിളിയാകുന്ന രീതിയിൽ ഇത് കൈകാര്യം ചെയ്തിട്ടുണ്ടോ എന്ന സംശയവും EDക്കുണ്ട്. കേസുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരശേഖരണമാണ് നിലവിൽ ED നടത്തിയിരിക്കുന്നത്. അതിനിടെ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തലുകൾ കഴിഞ്ഞ ദിവസം NCB നടത്തിയിരുന്നു. 2019 മുതൽ ഡിയോൾ രാജ്യാന്തര തലത്തിൽ ലഹരി ഇടപാടുകൾ തുടങ്ങി. 2019 മുൻപ് തന്നെ ഡിയോളും ഭാര്യ അഞ്ജുവും പാഞ്ചാലിമേടിലെത്തുകയും 2021 ഇവരുടെ റിസോർട്ടിന്റെ നിർമ്മാണം പൂർത്തിയാക്കി മടങ്ങുകയും ചെയ്തു. എഡിസണെയും അരുൺ തോമസിനെയും പോലുള്ള സഹപാഠികൾക്ക് പുറമെ റിസോർട്ടിലെത്തിയിരുന്നത് ഡിയോളിന്റെ പറവൂരിൽ നിന്നുള്ള സുഹൃത്ത് സംഘമായിരുന്നു. അറസ്റ്റിലായ സമയത്ത് നടത്തിയ റെയ്ഡിൽ കെറ്റാമിൻ സൂക്ഷിച്ചതിന്റെ അവശിഷ്ടങ്ങളും ഡിയോളിന്റെ പറവൂരിലെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിരുന്നു. ഡിയോളിന്റെ റിസോർട്ട് ലഹരി പാർട്ടികളുടെ കേന്ദ്രമായിരുന്നുവെന്നാണ് NCBയുടെ കണ്ടെത്തൽ. പ്രതികളുടെ ലഹരി ഇടപാടിന് സഹായിച്ചുവെന്ന കുറ്റത്തിനാണ് ഡിയോളിന്റെ ഭാര്യ അഞ്ജുവിനെ NCB അറസ്റ്റ് ചെയ്തത്. ലഹരി ഉപയോഗത്തിന് പുറമെ ഡാർക്ക് നെറ്റ് വഴിയുള്ള ലഹരി വിൽപ്പനയും റിസോർട്ടിൽ നടന്നതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. എഡിസൺ മുംബൈയിലും പൂനെയിലും ജോലി ചെയ്തപ്പോൾ ഓസ്ട്രേലിയ ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിലേക്ക് മാരക ലഹരി മരുന്നായ കെറ്റാമിൻ എത്തിച്ചതായും തെളിവ് ലഭിച്ചു. അതേസമയം ലഹരി ഇടപാടിലെ സാമ്പത്തിക തർക്കങ്ങളാണ് എഡിസണെ കൊടുക്കിയതെന്നും സൂചനയുണ്ട്. അതിനിടെ ലഹരിക്കായി ഡാർക്ക് വെബ് സന്ദർശിക്കുന്നവരുടെ എണ്ണവും ഇപ്പോൾ കൂടിയിട്ടുണ്ട്. കെറ്റാമെലോൺ എന്നാൽ എഡിസൺ ആണെന്ന് NCB വളരെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. 2023 സമ്പാട കാർട്ടലിനെ പൂട്ടിയ റെയ്ഡിന്റെ സമയത്ത് തന്നെയാണ് ഡിയോളിന് കൊച്ചി ഫോറിൻ പോസ്റ്റ് ഓഫീസിൽ വന്ന ഒരു പാഴ്സൽ NCB പിടിച്ചെടുക്കുന്നത്. ഇപ്പോഴത്തെ അറസ്റ്റിലേക്കടക്കമുള്ള തുടക്കം അവിടെ നിന്നായിരുന്നു. ന്യൂസ് 18 കൊച്ചി. ചെറിയ ഇടവേളയ്ക്ക് ശേഷം പത്തനംതിട്ടയിൽ വീണ്ടും രാഷ്ട്രീയ സംഘർഷം. പത്തനംതിട്ട ഓമല്ലൂരിലാണ് CPM BJP പ്രവർത്തകർ ഏറ്റുമുട്ടിയത്. ഒരു BJP പ്രവർത്തകനും 3 CPMകാർക്കും പരിക്കേറ്റു. BJPക്കാരനായ അഖിലിനെ CPM പ്രവർത്തകനായ 8-അംഗ സംഘം വീട് കയറി ആക്രമിച്ചതാണ് പരസ്പരം ഏറ്റുമുട്ടലിൽ കലാശിച്ചത്. പരിക്കേറ്റ ഇരുവിഭാഗവും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. BJP പ്രവർത്തകനായ അഖിലിനെ CPM പ്രവർത്തകരായ 8-അംഗ സംഘം വീടുകയറി ആക്രമിച്ചു എന്നാണ് BJPയുടെ ആരോപണം. അഖിലിനും അമ്മയ്ക്കും പരിക്കുണ്ട്. അതേസമയം അഖിലാണ് വീടിന് മുന്നിൽ കൂടി പോയ CPM പ്രവർത്തകരെ ആദ്യം ആക്രമിച്ചതെന്നാണ് CPMന്റെ ആരോപണം. സംഘർഷത്തിൽ CPM പ്രവർത്തകരായ അരുൺ, പ്രദീപ്, ബൈജു എന്നിവർക്കും പരിക്കേറ്റു. പരിക്കേറ്റവർ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി.
ആക്രമണത്തെ തുടർന്ന് CPMന്റെയും BJPയുടെയും കൂടുതൽ പ്രവർത്തകർ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെത്തി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കൂടുതൽ പോലീസ് എത്തിയതോടെയാണ് പ്രശ്നം പരിഹരിച്ചത്. 2023 ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്ര ഉത്സവത്തിന്റെ ഭാഗമായി കൊടികെട്ടാനെത്തിയ സംഭവത്തിന്റെ തുടർച്ചയായിട്ടാണ് അക്രമം ഉണ്ടായതെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. അഖിലിന്റെ വീടിന്റെ സമീപത്തു നിന്നും ആക്രമണത്തിനെത്തിയവരുടെ വാഹനങ്ങൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ന്യൂസ് 18 പത്തനംതിട്ട. ലഹരിക്കടത്തിന് ഗർഭനിരോധന ഉറകൾ പോലും ഇപ്പോൾ ഉപയോഗിക്കുന്ന കാലമാണ്. ഇത് ബോളുകളാക്കി MDMA മലദ്വാരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച യുവാവ് പിടിയിലായി. ഇരുവിപുരം സ്വദേശി അജ്മൽ ഷായെ കൊല്ലം നഗരത്തിൽ വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മലപ്പുറം തിരൂരിലും വൻ ലഹരിവേട്ട നടന്നു. 72 ഗ്രാം MDMAയുമായി വേങ്ങര സ്വദേശികളായ 3 പേരാണ് കോട്ടക്കൽ പോലീസിന്റെ പിടിയിലായത്. രാസലഹരി ഉപയോഗം തടയാൻ പോലീസും എക്സൈസും വലവിരിച്ച് പരിശോധന നടത്തുമ്പോഴാണ് കൊല്ലത്തും വേങ്ങരയിലുമായി MDMA പിടികൂടിയത്. കൊല്ലം നഗരത്തിൽ MDMA രഹസ്യഭാഗത്തൊളിപ്പിച്ച് കടത്തുന്നതിനിടെയാണ് യുവാവ് പോലീസിന്റെ പിടിയിലായത്. 100 ഗ്രാം മയക്കുമരുന്നാണ് യുവാവിൽ നിന്ന് പിടിച്ചെടുത്തത്. ലഹരി കടത്തിയ ഇരവിപുരം ചകിരിക്കട സ്വദേശി അജ്മൽ ഷായെ കൊല്ലം ACPയുടെ നേതൃത്വത്തിലുള്ള സംഘം കസ്റ്റഡിയിലെടുത്തു. ലഹരി കടത്താൻ പുതിയ മാർഗങ്ങളാണ് ഇടപാടുകാർ സ്വീകരിക്കുന്നത്. ഇപ്പോൾ പിടിയിലായ യുവാവ് ഗർഭനിരോധന ഉറകൾ വാങ്ങി അതിനകത്ത് ലഹരി വസ്തുക്കൾ നിറച്ചു. അതിനെ ബോളുകളാക്കി രഹസ്യഭാഗത്തൊളിപ്പിച്ചാണ് കടത്തിയിരുന്നത്. മലപ്പുറം തിരൂരിൽ 72 ഗ്രാം MDMAയുമായാണ് വേങ്ങര സ്വദേശികളായ 3 പേർ കോട്ടക്കൽ പോലീസിന്റെ പിടിയിലായത്. വേങ്ങര ചെറൂർ സ്വദേശികളായ ആലുക്കൽ സഫ്വാൻ, മിനിക്കാപ്പിൾ സ്വദേശി അബ്ദുൾ റൌഫ്, വേങ്ങര സ്വദേശി കോലേരി ബബീഷ് എന്നിവരാണ് പിടിയിലായത്. ടൗണിൽ മൈത്രി നഗർ റോഡിലെ ഫ്ളാറ്റിൽ നിന്നുമാണ് ഇവരെ പിടികൂടിയത്. കോട്ടക്കൽ SI PT സൈഫുദ്ദീൻ, പെരിന്തൽമണ്ണ, മലപ്പുറം ഡാൻസ് ഓഫ് സ്ക്വാഡ് എന്നിവരടങ്ങുന്ന സംഘം നടത്തിയ പരിശോധനയിലാണ് 3 വലയിലായത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. സ്വന്തം വരുമാനത്തിൽ നിന്ന് ചെറിയ തുകകൾ മിച്ചം പിടിച്ച് വലിയൊരു സമ്പാദ്യത്തിനു വേണ്ടിയാണ് പലരും ചിട്ടി കൂടുന്നത്. ആ പണവുമായി ചിട്ടി കമ്പനി ഉടമകൾ മുങ്ങിയാലുള്ള അവസ്ഥ എന്താകും? A&T ചിറ്റ് ഫണ്ട് ഉടമകളായ മലയാളി ദമ്പതികൾ കർണാടകയിലെ സാധാരണക്കാരായ 100 കണക്കിന് പേരെയാണ് കബളിപ്പിച്ചത്. നിക്ഷേപകരുടെ പരാതിയെ തുടർന്ന് ഒളിവിൽ പോയ ആലപ്പുഴ സ്വദേശികളായ ടോമിയും ഭാര്യ ഷൈനിയും രാജ്യം വിട്ടിരിക്കാമെന്നാണ് സൂചന. എന്നാൽ ഇവരെ കണ്ടെത്താൻ കേരളത്തിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് കർണാടക പോലീസ്. ടോമിയുടെ ഫോൺ എറണാകുളത്ത് വെച്ച് സ്വിച്ച് ഓഫ് ആയതായി കണ്ടെത്തിയിരുന്നു. 100 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കഴിഞ്ഞ 25 വർഷമായി ബാംഗ്ലൂരുവിൽ കഴിയുന്ന ടോമിയും ഭാര്യ ഷൈനിയും നിക്ഷേപത്തിന് 15 മുതൽ 20% വരെ ലാഭമാണ് ചിട്ടിയിലൂടെ വാഗ്ദാനം ചെയ്തത്. 2 പതിറ്റാണ്ടായി ബാംഗ്ലൂരു നഗരത്തിലെ രാമമൂർത്തി നഗറിൽ ആയിരുന്നു ചിട്ടി കമ്പനിയുടെ പ്രവർത്തനം. പല നിക്ഷേപകരും തങ്ങളുടെ ജീവിതകാല സമ്പാദ്യം മുഴുവൻ നിക്ഷേപിച്ചു. സ്ഥലം വിറ്റും മറ്റുമാണ് പലരും പണം നിക്ഷേപിച്ചത്. വർഷങ്ങളായി ചിട്ടിക്കമ്പനി നടത്തിവരുന്ന ദമ്പതികൾ ആദ്യകാലത്ത് ചെറിയ നിക്ഷേപങ്ങളാണ് സ്വീകരിച്ചിരുന്നത്. ഏകദേശം 5 ലക്ഷത്തിൽ താഴെയുള്ള നിക്ഷേപങ്ങൾ. ചെറിയ തുകയായതുകൊണ്ട് തന്നെ നിക്ഷേപക സമൂഹത്തിന്റെ വിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞു. എന്നാൽ കാലം മാറിയതോടെ ചിട്ടി കമ്പനി നടത്തിപ്പിന്റെ തന്ത്രങ്ങളും മാറ്റി. സ്ഥിര നിക്ഷേപത്തിൽ അസാധാരണമായ റിട്ടേണുകളാണ് ഇവർ വാഗ്ദാനം ചെയ്തത്. വൻ തുകകൾ വാഗ്ദാനം ചെയ്തതോടെ വലിയ തോതിലുള്ള നിക്ഷേപങ്ങൾ കുമിഞ്ഞുകൂടി. ചില നിക്ഷേപകർ 1.5 കോടി രൂപ വരെ നിക്ഷേപിച്ചതായാണ് വിവരം.
വളരെ വേഗത്തിൽ ലാഭം കിട്ടും എന്നതാണ് നിക്ഷേപകർക്ക് ആകർഷകമായത്. എന്നാൽ സമീപകാലത്ത് പണം വരവ് നിലയ്ക്കുകയും ദമ്പതികളെ ഫോണിൽ കിട്ടാതാവുകയും ചെയ്തു. ഏകദേശം 300ഓളം നിക്ഷേപകരാണ് പോലീസിൽ പരാതി നൽകിയത്. ഇവരെല്ലാം വൻ തുകകൾ നിക്ഷേപിച്ചതായാണ് വിവരം. രാമമൂർത്തി നഗർ സ്വദേശിയായ സാവിയോ നൽകിയ പരാതിയിൽ 70 ലക്ഷം രൂപ ദമ്പതികൾ തട്ടിയെടുത്തതായി പറയുന്നു. ഇങ്ങനെ 1 ലക്ഷം മുതൽ 4.5 കോടി രൂപ വരെ A&A ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് കമ്പനിയിൽ നിക്ഷേപിച്ചവരുണ്ട്. നിക്ഷേപകരെ കബളിപ്പിച്ച് 100 കോടിയോളം രൂപയുമായി മലയാളി ദമ്പതികൾ മുങ്ങിയിരിക്കുകയാണ്. ബാംഗ്ലൂരു ആസ്ഥാനമായുള്ള മലയാളികളുടെ കൂട്ടായ്മയിൽ സ്ഥിര സാന്നിധ്യമായിരുന്നു ടോമി. ദമ്പതികൾ KR പുരത്തെ ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിച്ചിരുന്നത്. ആ അപ്പാർട്ട്മെന്റും വിൽപ്പന നടത്തി. ദമ്പതികളുടെ മകൾ ബാംഗ്ലൂരുവിൽ തന്നെയാണ് താമസിക്കുന്നത്. ഒരു മകൻ ഗോവയിലും മറ്റൊരാൾ കാനഡയിലും എന്നാണ് സൂചന. കാനഡയിലെ മകന്റെ അടുത്തേക്ക് ഇവർ പോയതായാണ് വിവരം. ജൂലൈ 3 മുതലാണ് ദമ്പതികളെ കാണാതായത്. കേസെടുത്ത പോലീസ് ദമ്പതികൾക്കായി തെരച്ചിൽ തുടരുകയാണ്. സോഷ്യൽ മീഡിയയിലും മറ്റും ഇവരെക്കുറിച്ച് വിവരം നൽകണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ടോമിയെ കണ്ടെത്താൻ കേരളത്തിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് പോലീസ്. ഇയാളുടെ ഫോൺ എറണാകുളത്ത് വെച്ച് സ്വിച്ച് ഓഫ് ആയതായി കണ്ടെത്തിയിരുന്നു. അതേസമയം കാനഡയിലുള്ള മകളുടെ അടുത്തേക്ക് മുങ്ങാനുള്ള സാധ്യതയും പരിശോധിക്കുന്നുണ്ട്. ഇരുപത്തഞ്ച് വർഷം മുമ്പാണ് ടോമിയുടെ കുടുംബം ബാംഗ്ലൂരുവിലേക്ക് താമസം മാറിയത്. ആലപ്പുഴ രാമങ്കരി സ്വദേശിയായ ടോമി വളരെ അപൂർവമായി മാത്രമേ നാട്ടിൽ വരാറുള്ളൂ. ടോമിയുടെ പിതാവിന്റെ ഉടമസ്ഥതയിൽ MC റോഡിനോട് ചേർന്ന് വീടുണ്ട് എങ്കിലും അത് ആരും നോക്കാനില്ലാതെ അനാഥമായി കിടക്കുകയാണ്. ഇടയ്ക്ക് നാട്ടിൽ വരുന്നത് ഒഴിച്ചാൽ നാട്ടുകാരുമായി ടോമി ബന്ധം കാത്തുസൂക്ഷിച്ചിരുന്നില്ല എന്നും പ്രദേശവാസികൾ പറയുന്നു. ചെറുപ്പത്തിൽ DYFIയുടെ സജീവ പ്രവർത്തകരായിരുന്നു ടോമി. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ബൂത്തിൽ നടന്ന സംഘർഷത്തിനിടെ കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചത് ടോമിയുടെ നേതൃത്വത്തിലുള്ള DYFI പ്രവർത്തകരായിരുന്നു എന്നും കഥകളുണ്ട്. ന്യൂസ് 18 ബാംഗ്ലൂരു. ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്നവർ ഒരു വലിയ സമൂഹം ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നവരാണ്. ഇങ്ങനെ അധികാരത്തിലെത്തുന്നവർ പൊതുസമൂഹത്തിൽ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. എന്നാൽ ഇവിടുത്തെ നിയമമൊന്നും തനിക്ക് ബാധകമല്ലെന്നാണ് മഹാരാഷ്ട്രയിലെ ശിവസേന MLA സഞ്ജയ് ഗെഗ്വാദിൻ്റെ നിലപാട്. MLA ഹോസ്റ്റലിൽ തനിക്ക് ലഭിച്ച ഭക്ഷണം പഴകിയതെന്ന് പറഞ്ഞ് വെയിറ്ററെ MLA ക്രൂരമായി തല്ലിച്ചതച്ചു. സംഭവം വിവാദമായപ്പോൾ താൻ ഒരു ഫൈറ്ററാണെന്നും തല്ലിയതിൽ ഖേദമില്ലെന്നുമായിരുന്നു പ്രതികരണം. മുംബൈ കൊളാബയിലെ MLA ഹോസ്റ്റലിലാണ് സംഭവം. ഹോസ്റ്റൽ ക്യാൻറ്റീനിൽ ചോറും ദാലും ആവശ്യപ്പെട്ട MLAക്ക് കിട്ടിയ ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ല. പഴകിയ ഭക്ഷണം ചൂണ്ടിക്കാട്ടി ക്യാൻറ്റീൻ മാനേജറെ സംഭവം അറിയിച്ച് താക്കീതോ നടപടിയോ എടുക്കേണ്ട MLA ചെയ്തത് ഭക്ഷണം കൊണ്ടുകൊടുത്ത വെയിറ്ററുടെ മുഖത്തിടിച്ചു. നിരന്തരം തല്ലി. മറ്റ് ജീവനക്കാരെയും സഞ്ജയ് ഗേക്വാദ് തള്ളി മാറ്റുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഇതിനിടെ നൽകിയ ഭക്ഷണം പഴകിയതാണെന്ന് MLA വിരട്ടിയപ്പോൾ ചിലർ സമ്മതിക്കുന്നുമുണ്ട്. സംഭവം വിവാദമായതോടെ ജീവനക്കാരെ തല്ലിയതിൽ സഞ്ജയ് ഖേദം രേഖപ്പെടുത്തുമെന്ന് കരുതിയവർക്ക് തെറ്റി. താൻ ഒരു MLA മാത്രമല്ല, ഒരു ഫൈറ്റർ കൂടിയാണ്. പഴകിയ ഭക്ഷണം നൽകി ആളുകളുടെ ജീവൻ വെച്ച് കളിക്കുകയാണിവർ എന്നായിരുന്നു MLAയുടെ പ്രതികരണം. താൻ വേണമെന്ന് വെച്ച് തല്ലിയതാണെന്നും സമ്മതിച്ചു. സംഭവത്തിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അടക്കം സഞ്ജയുടെ പെരുമാറ്റത്തിനെതിരെ രംഗത്തെത്തി.
സഞ്ജയ് മുഴുവൻ സാമാജികർക്കും അപമാനമുണ്ടാക്കിയെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. രാഹുൽ ഗാന്ധിയുടെ നാക്കറുത്തു തരുന്നവർക്ക് 11 ലക്ഷം റിവാർഡ് പ്രഖ്യാപിച്ചതടക്കം വിവാദങ്ങളെ വലയിട്ട് പിടിക്കുന്ന MLAക്കെതിരെ ഈ സംഭവത്തിൽ ക്യാന്റീൻ ജീവനക്കാർ പരാതി കൊടുക്കുമോ എന്ന് കണ്ടറിയണം. ന്യൂസ് 18 മുംബൈ. പലരും ചെറിയ മോഷണങ്ങൾ നടത്തിയാണ് വലിയ കള്ളന്മാരായി മാറുന്നത്. ഇങ്ങനെയുള്ളവർ തക്കം കിട്ടിയാൽ ആരെയും കൊള്ളയടിക്കും. കൊല്ലം മൈനാഗപ്പള്ളിയിൽ മത്സ്യവിൽപ്പന സ്റ്റാളിൽ നിന്നും പണം മോഷ്ടിച്ച സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കടയിൽ ജീവനക്കാരോ ഉടമയോ ഇല്ലായിരുന്ന സമയത്ത് പണവുമായി മുങ്ങിയ പ്രതിയെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മോഷണത്തിൻ്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. കടയിൽ ജീവനക്കാരോ ഉടമയോ ഇല്ലാതിരുന്ന സമയത്തായിരുന്നു മോഷണം. അജ്ഞാതൻ കടയിൽ കയറി കവർച്ച നടത്തിയത് CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. വഴിപോക്കനായി നടന്നു വരുന്ന കള്ളൻ ആരുമില്ലെന്ന് മനസ്സിലാക്കി കടയിൽ കയറുകയും പണം സൂക്ഷിച്ചിരുന്ന ബക്കറ്റിൽ നിന്ന് തുക അപഹരിച്ച് കടന്നു കളയുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തം. കടയുടമ ജാഫറിന്റെ പരാതിയിലാണ് ശാസ്താംകോട്ട പോലീസ് കേസെടുത്തത്. കടയിലെ ജീവനക്കാരൻ മൂത്രമൊഴിക്കാനായി പോയ സമയമായിരുന്നു മോഷണം. റബ്ബർ ബാൻഡ് ഇട്ട് സൂക്ഷിച്ച 8500 രൂപയാണ് കവർന്നതെന്ന് ജാഫറിന്റെ പരാതിയിൽ പറയുന്നു. പ്രതിയെ ഉടൻ പിടികൂടുമെന്നും ദൃശ്യങ്ങളുടെ സഹായത്തോടെ വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. പല രീതിയിലുള്ള പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും നേരിട്ടാണ് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ജീവിതം. സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും ഒറ്റപ്പെടൽ നേരിടുന്നവരുണ്ട്. ഇവരുടെ ആകെയുള്ള ആശ്വാസവും പ്രതീക്ഷയും സുഹൃത്തുക്കളാണ്. എന്നാൽ സുഹൃത്തുക്കളുമായി ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പലർക്കും അത് താങ്ങാനാകില്ല. മലപ്പുറത്ത് ട്രാൻസ് യുവതി ജീവനൊടുക്കിയത് സുഹൃത്തുമായുള്ള പിണക്കത്തെ തുടർന്നാണ്. മരിക്കാൻ പോകുകയാണെന്ന് ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പങ്കുവച്ചാണ് സുഹൃത്തിൻ്റെ വീടിനടുത്ത് പോയി തൂങ്ങി മരിച്ചത്. വടകര സ്വദേശിയായ കമീലയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബുധനാഴ്ച പുലർച്ചെ 4:30യോടെയായിരുന്നു സംഭവം. ട്രാൻസ് യുവതിയെ സുഹൃത്തിന്റെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വടകര സ്വദേശിയാണ് മരിച്ച കമീല. സുഹൃത്തായ യുവാവ് താമസിച്ചിരുന്ന വീടിന് മുന്നിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കമീലയെ കണ്ടെത്തിയത്. തിരൂർ പയ്യനങ്ങാടിയിലാണ് കമീല താമസിച്ചിരുന്നത്. ഇവരുടെ സുഹൃത്ത് വയലത്തൂർ സ്വദേശിയാണ്. എന്നാൽ ഒഴൂർ കരിങ്കപ്പാറയിലുള്ള സഹോദരന്റെ വീട്ടിലായിരുന്നു ഇയാളുടെ താമസം. ഈ വീടിന് മുന്നിൽ വാഹനം നിർത്തിയിടാനായി നിർമ്മിച്ച താൽക്കാലിക ഷെഡിനുള്ളിലാണ് കമീലയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജീവനൊടുക്കുന്നതിന് മുമ്പ് ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് കമീല വീഡിയോയും പങ്കുവച്ചിരുന്നു. ഇൻസ്റ്റഗ്രാം വഴിയായിരുന്നു കമീല വീഡിയോ പങ്കുവച്ചത്. മരണത്തിന് ഉത്തരവാദി സുഹൃത്താണെന്ന് വീഡിയോയിൽ പറയുന്നുണ്ട്. എൻ്റെ മരണത്തിന് ഉത്തരവാദി തൗഫീഖാണ്. ഞാൻ അവൻ്റെ പേരിൻ്റെ അടുത്ത് പോയി മരിക്കാൻ പോവാം. സുഹൃത്തിന്റെ വീടിനടുത്ത് പോയി മരിക്കാൻ പോവുകയാണെന്നും കമീല പറയുന്നു. വീഡിയോയുടെ അടിസ്ഥാനത്തിൽ സംഭവത്തിൽ താനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 തിരൂർ. മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ചില ബാങ്ക് ഉദ്യോഗസ്ഥരെ കുറിച്ച് കേൾക്കാറുണ്ട്. ഒരു സാധാരണക്കാരന് ലോൺ അടയ്ക്കാൻ നിവൃത്തിയില്ലാത്ത സ്ഥിതി വന്നാൽ പിന്നെ ജപ്തി ചെയ്ത് അവനെ വഴിയാധാരമാക്കും. എറണാകുളം കുറുമശ്ശേരി സ്വദേശി മധുവിന് സംഭവിച്ചതും അതാണ്. ഒടുവിൽ ജപ്തി ഭീഷണിയെ തുടർന്ന് മധു ജീവനൊടുക്കിയത് ഒരു കണ്ണീർ കഥയാണ്. കേരള ബാങ്ക് അധികൃതർ പണം തിരിച്ചടയ്ക്കാൻ സാവകാശം നൽകിയില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു. കേരള ബാങ്കിൽ മധു വീട് നിർമ്മാണത്തിനും മറ്റുമായി ലോൺ എടുത്തിരുന്നു. ഇത് കുടിശ്ശികയായി 37 ലക്ഷം രൂപയുടെ ബാധ്യതയായി. ഇതോടെ കഴിഞ്ഞ ദിവസം കേരള ബാങ്ക് അധികൃതർ മധുവിന്റെ വീട്ടിലെത്തി ജപ്തി നോട്ടീസ് പതിച്ചു. പിന്നാലെയാണ് മധു ആത്മഹത്യ ചെയ്തത്. ബാധ്യത തീർക്കാൻ വീട് വിൽപ്പനയ്ക്കായി സാവകാശം തേടിയിരുന്നുവെങ്കിലും കേരള ബാങ്ക് അനുവദിച്ചില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം.
മധു ജീവനൊടുക്കാൻ കാരണം കേരള ബാങ്കിന്റെ ജപ്തി ഭീഷണിയാണെന്ന് സഹോദരൻ പറഞ്ഞു. വായ്പയടയ്ക്കാൻ 15 ദിവസത്തെ സാവകാശം ചോദിച്ചതാണ്. വീട് വിറ്റ് പണം അടയ്ക്കാനാണ് സാവകാശം ചോദിച്ചത്. വീട് വാങ്ങാൻ ആളുകളും വന്നിരുന്നു. സാവകാശം ലഭിക്കാതെ വന്നതാണ് ജീവനൊടുക്കാൻ കാരണം. സംഭവത്തിൽ ബാങ്കിനെതിരെ പ്രതിഷേധം ശക്തമാണ്. ഡ്രൈവിംഗ് ജോലി ചെയ്യുന്ന മധു മോഹന് ഭാര്യയും 2 പെൺകുട്ടികളുമുണ്ട്. ന്യൂസ് 18 കൊച്ചി. ജീവിതത്തിൽ എപ്പോഴെങ്കിലും തോൽവി നേരിട്ടവരാണോ നിങ്ങൾ? ആ പരാജയം നിങ്ങളുടെ ജീവിതം തകർത്തിട്ടുണ്ടോ? ചില വീഴ്ചകളിൽ മനസ്സ് തളർന്നു പോയിട്ടുണ്ടാകുമല്ലേ? അങ്ങനെയുള്ളപ്പോൾ വന്ന വഴികളിലേക്കൊന്ന് തിരിച്ച് സഞ്ചരിക്കണം. എത്രയോ കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെയായിരുന്നു ഈ ജീവിതയാത്ര. അവിടെ പലപ്പോഴും തട്ടി വീണിട്ടുണ്ട്. ഒന്ന് കൈപിടിച്ചെഴുന്നേൽപ്പിക്കാൻ പോലും ആരും ഉണ്ടായിട്ടില്ല. പക്ഷേ ആ ദുഷ്കരമായ കാലഘട്ടത്തെ അതിജീവിച്ചെങ്കിൽ പിന്നെ എന്തിനാണ് ചെറിയ വീഴ്ചകളിൽ ഇങ്ങനെ മനസ്സ് പതറുന്നത്? ഇപ്പോഴത്തെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമ്മൾ അതിജീവിക്കും. തോൽവികൾ നേരിട്ടവർ മാത്രമാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ എന്ന് തിരിച്ചറിവാണ് വേണ്ടത്. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. News 18 Kerala.